Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Then class start ചെയ്യാം. ലേബർ റൂം സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു നിർത്തിയത് ന്യൂ ബോൺസിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നില്ലേ? ന്യൂ ബോൺ കെയർ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെ? ന്യൂ ബോൺ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ പോയിന്റ്സുകൾ വായിച്ചായിരുന്നോ? ന്യൂ ബോൺ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ, വേസ്റ്റ് മാനേജ്മെന്റ് വരെ പറഞ്ഞു. ഓക്കെ, പിന്നെ ന്യൂ ബോൺ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നോക്കാം. ന്യൂ ബോൺ കെയർ. അപ്പോ ലേബർ റൂമിലുള്ള കെയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഏരിയ ന്യൂ ബോൺ കെയർ അല്ലെ? ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കെയറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാം. ന്യൂ ബോൺ കെയർ. Necessary care at the birth of newborn is compulsory for all labor rooms and obstetrics OTs, operation theaters of the delivery point. നമുക്കറിയാം, ഇപ്പോ ലേബർ റൂമില് അമ്മയ്ക്ക് കൊടുക്കുന്ന പരിചരണം പോലെ തന്നെയാണ് എന്താണ് കുഞ്ഞിനും നമ്മള് നൽകേണ്ടത് അല്ലെ? ലേബർ റൂമിൽ കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ലേബർ റൂമിൽ അവര് കുഞ്ഞിന് വേണ്ടുന്ന കെയറുകളും അല്ലെ കുഞ്ഞിന് നമ്മള് പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നു. Well qualified pediatricians, staff nurses and support staff are needed. Labor റൂമിന്റെ ഉള്ളിൽ പീഡിയാട്രീഷ്യൻ ഉണ്ടാവും, ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സസ് ഉണ്ടാകും, സപ്പോർട്ട് സ്റ്റാഫ്സ് ആവശ്യമാണ്. The services given at newborn care facilities consist of ഒരു ന്യൂബോൺ കെയർ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക പോയിന്റ്സുകളാണ് ന്യൂബോൺസിന് നമ്മൾ കൊടുക്കുന്ന സർവീസസുകൾ. കെയർ അറ്റ് ബർത്ത് അല്ലെ? ബർത്തിൽ ആ ടൈമിൽ തന്നെ കുഞ്ഞിന് നമ്മൾ കെയർ കൊടുക്കുന്നു. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക് ന്യൂ ബോൺ അല്ലെ? ന്യൂ ബോൺ എന്നാണ് നമ്മൾ ബേസിക് കെയർ, അടിസ്ഥാന പരിചരണം നമ്മൾ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ. ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ ജനിച്ചുടനെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ കുഞ്ഞിന് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള പരിചരണം കുഞ്ഞിന് നൽകുന്നു. Then Resuscitation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിന് ചിലപ്പോ ബുദ്ധിമുട്ടോ ചിലപ്പോ ബ്രീത്തിങ് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് നമ്മൾ എന്ത് ചെയ്യും? റിസോസിയേഷൻ കൊടുത്ത് പുനരുജ്ജീവിപ്പിക്കുന്നു. ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽ സൈൻസുകൾ കുഞ്ഞിന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ കുഞ്ഞിനെ നമ്മളത് ചെക്ക് ചെയ്യുന്നു. ദെൻ ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മ്യൂണൈസേഷൻ ഇപ്പോ ജനിച്ച ഉടനെ തന്നെ പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ ഉണ്ടല്ലോ. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് BCG അതുപോലുള്ള ഇമ്മ്യൂണൈസേഷൻ സർവീസസുകൾ കൊടുക്കും. പിക്ചർ കാണിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ? ഓക്കെ, വിട്ടുപോയിട്ടോ പിക്ചർ. അടുത്ത ക്ലാസ്സിൽ എന്തായാലും കാണിക്കാം കേട്ടോ. എടുത്തിട്ടില്ല, മറന്നുപോയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ, വിട്ടുപോയി പിക്ചർ. ഓക്കെ, ദെൻ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. ഇപ്പോ അമ്മയ്ക്ക് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനും അതുപോലെ തന്നെ ഫീഡിങ് സപ്പോർട്ട് അല്ലെ? ലേബർ റൂമിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ളത് നേഴ്സ് വന്ന് കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് അല്ലെ കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതും ആ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ലുക്കിംഗ് ടു റൈറ്റ് റിസ്ക് ന്യൂബോൺസിന് എന്തെങ്കിലും റിസ്കുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇനി കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് എന്താ പറയാ കേൾവി ശക്തി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നു. ദെൻ റെഫറൻസ് സർവീസ് എക്സെട്ര. ഇനി റെഫറൻസ് മേ ബി പീഡിയാട്രിക്കിൽ കാണിക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മറ്റു ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യണമെങ്കിൽ റെഫറൻസ് സർവീസസുകളും ചെയ്യും. ഇത്രയും സർവീസസുകളാണ് നമ്മള് കുഞ്ഞിനെ നമ്മള് ന്യൂബോൺസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത്. ഏതായിരുന്നു? ഓക്കെ, ഒരു പോയിന്റ് വിട്ടുപോയിട്ട് ഞാൻ പറയാം. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. അതായത് അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ
ഇൻബോൺ ഇറഗുലാരിറ്റി, അതായത് ജനറൽ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു ആ ഒരു ടൈമിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ന്യൂബോൺ കെയറിന് കൊടുക്കുന്നത്. വായിച്ചു നോക്കുക കേട്ടോ, പോയിന്റ്സുകൾ വായിക്കണം, മനസ്സിലാക്കി വായിക്കാം. സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്യുക ന്യൂബോൺ കെയറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സർവീസസുകൾ അല്ലെങ്കിൽ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്. വായിച്ചില്ലാവരും? തേർഡ് വൺ ആണോ? അസോസിയേഷൻ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ജനിച്ച ഉടനെ തന്നെ ചിലപ്പോ വല്ല എന്താ പറയാ പുനരുജ്ജീവിപ്പിക്കണം, ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കുഞ്ഞിന്, ശ്വാസതടസ്സം, അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള CPR ഒക്കെ കൊടുക്കുന്നത് പോലെ അതിന് പുനരുജ്ജീവിപ്പിക്കാം കുഞ്ഞിനെ. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, കുഞ്ഞിനെ ഡോക്ടേഴ്സ് ചിലപ്പോ എന്താ പറയാ കുഞ്ഞിനെ അനക്കൊന്നുമില്ലാതൊക്കെ കിടക്കണമെങ്കിൽ ഡോക്ടേഴ്സ് കുഞ്ഞിനെ തട്ടി അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുഞ്ഞിനെ ആ ജീവൻ വെപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡിസ്പ്ലേ ഓഫ് വൈറ്റൽസ്, വൈറ്റൽ സയൻസുകൾ നോക്കാന്ന്, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം കുഞ്ഞിന്. Okay, then next one. For proper newborn care, things required to be done. നമ്മൾ ന്യൂബോൺസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂബോൺസിനെ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ന്യൂബോൺസിനെ കെയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ബിഫോർ ഹാൻഡിലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ, ന്യൂബോൺസിനെ എടുക്കുമ്പോൾ കൈകളൊക്കെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുഞ്ഞിനെ എടുക്കുവാൻ. അടുക്കളൊന്നും പാടില്ല കയ്യില്. Then grooming in the baby within the mother. കുഞ്ഞിന്റെ അമ്മയോടൊപ്പം തന്നെ കിടത്താണ്. കീപ്പിംഗ് ദ ബേബി വാം. കുഞ്ഞിന്റെ ചൂട് എപ്പോഴും നിലനിർത്തണം. എക്സ്ട്രാ കെയർ, എക്സ്ട്രാ എന്നാണോ ടെക്സ്റ്റിൽ? ഒന്ന് നോക്കിയേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? കറക്റ്റ് ആണോ കിടക്കുന്നത്? എക്സ്ട്രാ എന്നാണോ? അതെ, ഓക്കെ. Extra care should be taken to the temperature in preterm and LBW baby, low birth weight baby. LBW, low birth weight. എഴുതി വെച്ചോളൂ, low birth weight. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ മാസം തികയാതെയുള്ള പ്രസവം എന്നൊക്കെ പറയുമല്ലോ, ഇപ്പൊ 7 monthsലും അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചർ അവർ ചൂടിലേക്ക് എടുക്കാന്ന് പറയും. കാരണം ആ ബേബി അവര് എന്താ പറയാ മീൻസ് ആ ഒരു ടൈം ആവുന്നതിന് മുൻപ് പ്രീമേച്ചർ ആണ്. സോ ആ പ്രീമേച്ചറിൽ എങ്ങനെയാണോ അവർക്ക് ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും കീപ്പ് ചെയ്യണം. Then keep the cord dry and clean. Keep the cord. എന്താ keep the cord എന്ന് പറയുന്നത്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞിന് പൊക്കിൾ കൊടി എന്ന് പറയും അല്ലെ? അമ്മയുടെ ആ ഒരു മീൻസ് അമ്മയിൽ നിന്ന് കുഞ്ഞിന് ആഹാരവും മറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന കോഡ് അല്ലെ? സോ ഈ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ, ക്ലീൻ ആയിരിക്കണം, അതുപോലെ ഡ്രൈ ആയിരിക്കണം, നനവൊന്നും പാടില്ല. Then the care provider should receive the newborn at given intervals. LBW, low birth weight. LOW, low. Low birth weight.
Okay. Then last one, the care provider should receive the newborn at given intervals after delivery. കെയർ പ്രൊവൈഡർ, അതായത് ഡെലിവറിക്ക് ശേഷം നമ്മൾ പരിചരണം കൊടുക്കുന്ന വ്യക്തി, അതായത് ഇപ്പൊ നഴ്സസ് ആവാം, ഡോക്ടേഴ്സ് ആവാം, അവരെന്ത് ചെയ്യണം, ഒരു നിശ്ചിത ഇടവേളകളിൽ കുഞ്ഞിനെ സന്ദർശിക്കണം, ന്യൂബോൺസിനെ കാണണം, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് കുഞ്ഞിനെ സന്ദർശിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർ ന്യൂബോൺ കെയറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. വായിച്ചു നോക്കുക കേട്ടോ പോയിന്റ്സുകള്. കുറെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സുകളൊക്കെ തന്നെയാണ് അല്ലെ. എങ്ങനെയാണ് ഒരു ന്യൂബോൺസിന് നമ്മൾ ന്യൂബോൺസിന് എടുക്കുമ്പോഴും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. പുതിയ വായിച്ചു നോക്കുക കേട്ടോ പോയിന്റ്സുകള്. Complete ചെയ്തോ? Okay. The next one, protocols for the entry to the labor room. ലേബർ റൂമിന്റെ ഉള്ളിലേക്കുള്ള എൻട്രിക്കുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? ഇനി ഹോസ്പിറ്റലിൽ നമ്മൾ ലേബർ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ എല്ലാവർക്കും ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശനം അനുവദനീയമാണോ? ആണോ? നമുക്ക് ലേബർ റൂമിൽ എല്ലാവർക്കും കയറി ചെല്ലാൻ സാധിക്കോ? ഇല്ല അല്ലെ. അവിടെ പ്രോട്ടോകോൾസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസുകൾ ഉണ്ട്. നോക്കാം എന്തൊക്കെയാണ് ലേബർ റൂമിന്റെ പ്രോട്ടോകോൾസ്. Entry to the labor room should be indirect. കണ്ടോ, എൻട്രി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്, ആർക്കും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ഒന്നല്ല. Typically a buffer zone requires to make, if possible, to change of shoes, wear to mask and cap before getting into the labor room. ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ബഫർ സോൺ വെച്ചിട്ടുണ്ടാകും, അതായത് നോ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് എന്താ, നമ്മൾ ലേബർ റൂമിന്റെ ഉള്ളിൽ മാത്രം ധരിക്കാൻ ഷൂസ് ധരിക്കണം, അതുപോലെ മാസ്ക് വെക്കണം, ക്യാപ്പ് ധരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ലേബർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ലേബർ റൂമിന്റെ ഉള്ളിൽ ഇപ്പോ പ്രഗ്നന്റ് വുമൺ ആണെങ്കിലും ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഷൂ തന്നെ ധരിച്ചിട്ടാണ് കയറുന്നത്. അങ്ങനെയാണോ? ലേബർ റൂമിന്റെ ഉള്ളിൽ മാത്രം ഇടാനായിട്ട് സെപ്പറേറ്റ് ഷൂസ് അവിടെ വെച്ചിട്ടുണ്ടാവും ലേബർ റൂമിന് പുറത്തായിട്ട്, ഇല്ലേ? ആണോ? ലേബർ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ. നമ്മൾ ഇട്ടിട്ട് പോകുന്ന നോർമൽ ഷൂ അല്ലല്ലോ അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോ ലേബർ റൂമിന്റെ പുറത്തായിട്ട് ഇട്ടിട്ടുണ്ടാകും അല്ലെ. സോ അപ്പോ ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആ ഷൂസ് മാത്രം ധരിക്കാൻ പാടുള്ളൂ. അതുപോലെ മാസ്ക് വേണം, ക്യാപ്പ് ധരിച്ചിരിക്കണം. Entry to the labor room should be permitted only to the, ഇനി ആർക്കൊക്കെയാണ് ലേബർ റൂമിന്റെ ഉള്ളിൽ എൻട്രിക്കുള്ള പെർമിറ്റ് ലഭിച്ചിരിക്കുന്നത്? ആർക്കൊക്കെയാണ് നോക്കാം. Pregnant woman കയറാം. Then her birth partner, pregnant woman പാർട്ട്ണർക്ക് കയറാം. അതുപോലെ ഡോക്ടർ, നഴ്സ് ആർ ANM ഓൺ ഡ്യൂട്ടി, ANM സ്റ്റാഫിന്, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫർ. ദെൻ അതുപോലെ തന്നെ നഴ്സ്, ഡോക്ടർ. ഇനി ചില ഹോസ്പിറ്റലുകളിൽ പാർട്ട്ണർക്ക് എന്താണ് പെർമിറ്റ് ഉണ്ടെങ്കിൽ പാർട്ട്ണർക്കും കയറാം. ഇത്രയും വർക്കാണ്. ദെൻ അതർ സപ്പോർട്ട് സ്റ്റാഫ്, ഇനി മറ്റേതെങ്കിലും ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് കയറാം. അതുപോലെ ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകൾക്ക് ഒരു നിശ്ചിതത, എപ്പോഴും ക്ലീനിങ് സ്റ്റാഫിന്റെ ആവശ്യമില്ലല്ലോ. സോ ആ ഒരു പീരിയോഡിക് എൻട്രിക്ക് മാത്രം അവർക്കും കയറാം. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, സ്ലിപ്പേഴ്സ്, ക്യാപ്, മാസ്ക് should be worn by all visitors including the companion. അല്ലെ, അതായത് പേഷ്യൻസിന്റെ ഒപ്പം നമ്മള് ഉള്ളിൽ പേഷ്യൻസിന് മാത്രമല്ല, ഇപ്പൊ കമ്പാനിയൻ കയറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് വിസിറ്റേഴ്സ് ആരെങ്കിലും കയറുകയാണെങ്കിലും നമ്മൾ എന്ത് വേണം? സ്ലിപ്പർ ധരിക്കുക, ക്യാപ്പ്, മാസ്ക് നിർബന്ധമാണ്. Then any visit of people other than on duty staff, അവിടെയുള്ള സ്റ്റാഫ് ഒഴിച്ചുള്ള ബാക്കി visitors, pregnant woman and birth companion to the labor room should be short and time to task such as cleaning etc. ഇപ്പോ മറ്റ് സ്റ്റാഫുകൾ, ഇപ്പോ അതായത് pregnant woman അല്ലാതെ വരുന്ന മറ്റ്
സ്റ്റാഫുകൾ അല്ലാതെ വരുന്ന ഇപ്പോൾ വിസിറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ ഒരു ഷോർട്ട് ടൈം മാത്രം അതിനുള്ളിൽ നിൽക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ക്ലീൻ ചെയ്യാനാണെങ്കിൽ അത് ചെയ്തിട്ട് അപ്പം തന്നെ അത് പുറത്തേക്ക് പോയിക്കോളണം, കാരണം അതിനൊന്നും ടൈം അവിടെ അനുവദിക്കുകയില്ല. Then male staff entry should confine only to those who are on duty or have been called for any accessories and fitting. ഇനി ചിലപ്പോ മെയിൽ സ്റ്റാഫുകൾ, അതായത് ഇപ്പോ എന്തെങ്കിലും ഫിറ്റിംഗ്സിനോ ആക്സസറീസ് ഒക്കെ കൊണ്ടുവയ്ക്കാനോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ചെയ്യാനോ മെയിൽ സ്റ്റാഫുകൾ നമ്മൾ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ they should be humble and gracious to dignity and privacy of the woman. സ്ത്രീകളുടെ അന്തസ്സിനും അതുപോലെ തന്നെ പ്രൈവസി, സ്വകാര്യതയ്ക്കും വേണ്ടി ഒരു വിനയവും കാരുണ്യവും ഒക്കെ അങ്ങനെ ഒരു പെരുമാറുന്ന സ്റ്റാഫുകളായിരിക്കണം മെയിൽ സ്റ്റാഫ്. നമുക്ക് അങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലേബർ റൂമിന്റെ എൻട്രിക്കായിട്ടുള്ള പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കുക കേട്ടോ. അതിലെ സെക്കൻഡ് പോയിന്റ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. സെക്കൻഡ് പോയിന്റ്, ലേബർ റൂമിൽ എൻട്രി ചെയ്യുന്നത് ആരൊക്കെയാണ്, പെർമിറ്റഡ് ആയിട്ടുള്ളത് ആർക്കൊക്കെയാണ്. സെക്കൻഡ് പോയിന്റ് കേട്ടോ. നാലാമത്തെ പോയിന്റിൽ പറയുന്നത്, അതായത് ഇപ്പോ ഡ്യൂട്ടി സ്റ്റാഫ് ആണെങ്കിലും പ്രഗ്നന്റ് വുമണിനെയും അല്ലെങ്കിൽ ബർത്ത് കമ്പാനിയൻ ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ളവരാണെങ്കിലും ഒരു ഷോർട്ട് ടൈം മാത്രം നിൽക്കാൻ പാടുള്ളൂ. ഇപ്പോ അത് ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പോലും ആ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ മാത്രം അവിടെ അവർ ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഒരുപാട് നേരം ആർക്കും അവിടെ അലൗഡ് അല്ല. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ് ഉള്ളത്? ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കാം കേട്ടോ. Next one, protocols for working in the labor room. Labor room ആ ഒരു വർക്കിങ്ങിനുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? All the staff must wear
personal protectives at the time of performing delivery. Delivery performing time എല്ലാ സ്റ്റാഫും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഉപയോഗിക്കണം. And at all other times caps and masks must be worn. Other times ക്യാപ്പും അതുപോലെ തന്നെ മാസ്കും നിർബന്ധമാണ്. Disposable sterile gloves should be used after accurate hand washing. Hand wash ചെയ്തതിനു ശേഷം sterile ചെയ്തിട്ടുള്ള ഗ്ലൗസ് ധരിച്ചിരിക്കണം. While examining or the delivery. പേഷ്യന്റിന് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴോ ഡെലിവറിയുടെ ആ ഒരു ടൈമിലും ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തതിനു ശേഷം ഗ്ലൗസ് ധരിച്ചിരിക്കണം. പ്രോട്ടോകോൾ ഫോർ ഇൻഫെക്ഷൻ പ്രിവെന്റേഷൻ. അതുപോലെ തന്നെ അണുബാധ തടയാനായിട്ടുള്ള പ്രോട്ടോകോൾസുകൾ നമ്മൾ that is adherence അത് adherence എന്ന് വെച്ചാൽ പാലിക്കണം. Sorting out and disposable in the bins should strictly be adhered and protocol posters should be wall mounted in the area where color coded bins are located. അതുപോലെ തന്നെ നമ്മുടെ ലേബർ റൂമിന്റെ ഉള്ളില ഈ പ്രോട്ടോകോൾസ് പോസ്റ്റേഴ്സുകൾ വെക്കണം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾക്കറിയാവുന്ന പോസ്റ്ററുകൾ വെക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ കളർ കോഡുള്ള ബിൻസുകളൊക്കെ വെക്കണം. അതിന്റെ കളർ കോഡുകൾ വെച്ചിരിക്കണം. ഈ 2 പോയിന്റ്സ് ആണ്. 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിലെ പരിചരണത്തിന്റെ ആ ഒരു ക്വാളിറ്റി കെയറിനായിട്ടുള്ള മേൽനോട്ടങ്ങൾ സൂപ്പർവിഷൻ എങ്ങനെയാണ് നോക്കാം. Should have neatness checklist for evaluation that should be completed and signed by the supervisor who conducts a visit of the labor room. എന്താണ് പറയുന്നത്? അതായത് ലേബർ റൂമിൽ വരുന്ന ആ ഒരു സൂപ്പർവിഷൻ പൂർത്തിയാക്കണം. അതായത് സൂപ്പർവൈസർ ആണ്, ലേബർ റൂമിന്റെ സൂപ്പർവൈസർ ആയിരിക്കണം. ആ ഒരു സൂപ്പർവിഷൻ പൂർത്തിയാക്കണം. അതുപോലെ തന്നെ എന്താണ് നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ്, ലേബർ റൂമിന്റെ ഒരു ചെക്ക് ലിസ്റ്റ്, അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന ചെക്ക് ലിസ്റ്റ് പൂർത്തിയാക്കി സൈൻ ചെയ്യേണ്ടത് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. Then the facility in charge should visit labor room twice during each week. Facility in charge, അതായത് ഹോസ്പിറ്റൽ ആ ഒരു ആശുപത്രി ജീവനക്കാരൻ, ഫെസിലിറ്റി ഇൻ ചാർജ് സ്റ്റാഫ് എന്ത് വേണം? should visit labor room twice during each week. ആഴ്ചയില് 2 ദിവസമെങ്കിലും ആ ലേബർ റൂം വിസിറ്റ് ചെയ്യണം. ഫെസിലിറ്റി ഇൻ ചാർജ്. Then the OBGMU, OBG എന്ന് പറഞ്ഞാൽ അറിയാലോ, obstetric and gynecology, മെഡിക്കൽ യൂണിറ്റ്. OBG അല്ലെങ്കിൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഇൻചാർജ് എന്ത് വേണം? of the labor room is required visit the labor room twice every day. എല്ലാ ദിവസവും 2 പ്രാവശ്യം OBG ഇൻചാർജ് ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. Okay, then the nursing supervisor or nurse in charge should visit at least once in every shift. എല്ലാ ഷിഫ്റ്റിലും 1 പ്രാവശ്യമെങ്കിലും നഴ്സിംഗ് സൂപ്പർവൈസർ ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. Then the supervisor should also analyze the availability of essential supplies and also make sure that
all essential practices are being done suitably and in a timely manner. അതുപോലെ തന്നെ സൂപ്പർവൈസർ അനലൈസ് ചെയ്യണം. ലേബർ റൂമിൽ ആവശ്യത്തിനുള്ള സപ്ലൈസ് സാധനങ്ങളൊക്കെ ഉണ്ടോ, എസെൻഷ്യൽ ശരിയായിട്ടുള്ള രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. Then every month a labor room practice review meeting should be arranged at each facility where all staff involved in care the labor room should take part. എല്ലാ മാസത്തിലും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കണം. then എല്ലാ പാർട്ടിസിപ്പൻസും അതിൽ അംഗങ്ങളായി എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. They should ponder on ways to improve the quality in the labor room. Feedback, supportive supervision should also be shared during this meeting. ഈ മീറ്റിംഗിൽ അവർക്ക് ഫീഡ്ബാക്കുകൾ പറയാം. ഇനി അവിടെ എന്തെങ്കിലും എന്താ സപ്പോർട്ടീവ് ആയിട്ടുള്ള സൂപ്പർവിഷന്റെ സപ്പോർട്ടീവ്സ് ഒക്കെ പറയാം. അതുപോലെ ലേബർ റൂമിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫീഡ്ബാക്സുകൾ ഈ ഒരു മീറ്റിംഗിൽ ഈ സ്റ്റാഫുകൾക്ക് പറയാം. ലാസ്റ്റ് വൺ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ലേബർ റൂം ഷുഡ് thus provide standardized and high quality services during childbirth, control of infection and upon childbirth labor room high quality services ആണ് നൽകേണ്ടത്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ലേബർ റൂം പ്രൊവൈഡ് ചെയ്യേണ്ടത്. Then infection control and safety are also vital factors looked into the labor room. ലേബർ റൂമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഫെക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ സേഫ്റ്റി, അണുബാധ നിയന്ത്രണവും അതുപോലെ സുരക്ഷ. ഇത് രണ്ടുമാണ് ലേബർ റൂമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം പോയിന്റ്സുകളാണ്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. OPG എന്ന് പറഞ്ഞാല് ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജി, MU എന്ന് പറയുന്നത് മെഡിക്കൽ യൂണിറ്റ്. ഫിഫ്ത് വൺ പറയുന്നത് ലേബർ റൂമിലെ സൂപ്പർവൈസർ ലേബർ റൂമിൽ ആവശ്യമായിട്ടുള്ള സപ്ലൈസ് സാധനങ്ങളൊക്കെ ഉണ്ടോ, ഇതിന് കൃത്യസമയത്ത് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായിട്ടൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക, നിരീക്ഷിക്കുക എന്ന് പറയില്ലേ. സിക്സ്ത് പോയിന്റ് പറയുന്നത് എല്ലാ മാസവും ലേബർ റൂമിന്റെ ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായിട്ടുള്ള മീറ്റിംഗ് സംഘടിപ്പിക്കണം. ദെൻ ആ മീറ്റിംഗിൽ എല്ലാവരും ഇൻവോൾവ് ആയിരിക്കണം. ദെൻ അതുപോലെ ഫീഡ്ബാക്സുകളൊക്കെ ഈ മീറ്റിംഗ്സിൽ അവർക്ക് പറയാം.
കംപ്ലീറ്റ് ചെയ്തോ? എനിക്കിപ്പോ ലേബർ റൂം എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കൊന്ന് ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയണില്ല, നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. സോ ലേബർ റൂം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽസിലുള്ള ഏറ്റവും ഒബ്സ്റ്റക്കിൾസ് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത് നടക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ അവിടെയുള്ള ഏരിയകളാണ് റിസീവിംഗ് ഏരിയ ഉണ്ട്, എക്സാമിനേഷൻ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി, ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ആൻഡ് ഒബ്സർവേഷൻ റൂം. ദെൻ പിന്നെ നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. അതുപോലെ അവിടെ ഒന്ന് രണ്ട് ഫുൾ ഫോമുകൾ പഠിച്ചു, LDR അതുപോലെ LDRP. LDR എന്ന് പറഞ്ഞാൽ ലേബർ ഡെലിവറി റിക്കവറി. ദെൻ LDRP ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ട്. ഇന്ന് നമ്മൾ അതിന്റെ ലൊക്കേഷൻ പഠിച്ചു. ലൊക്കേഷൻ എന്ന് പറയുന്നത് കൺവീനിയന്റ് ആണ്, പക്ഷെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. ദെൻ പിന്നെ നമ്മൾ 3 സോണുകൾ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ദെൻ ഡെലിവറി സോൺ. ഇപ്പൊ ലേബർ റൂം കൺസിസ്റ്റ് ചെയ്യുന്ന 3 സോണുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത് ചേഞ്ച് റൂം, പ്രീ ലേബർ, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഡെലിവറി സോണിൽ വരുന്നത് ക്ലീൻ സപ്ലൈ ഓഫ് റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് ആണ് ലേബർ റൂമിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യങ്ങളും എന്തൊക്കെയാണ്, കുറച്ച് പോയിന്റ്സുകളാണ് പഠിക്കുക. പിന്നെ നമ്മൾ ലേബർ റൂമിലെ പ്രോട്ടോകോൾസുകളാണ് നോക്കിയത്. ദെൻ ലേബർ ടേബിൾ ഇസ് എ വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾ എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ഡെലിവറി റൂമിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ അവിടെ ഉപയോഗിക്കുന്ന ബാക്കി എക്യുപ്മെന്റ്സുകളാണ് റേഡിയന്റ് മാർക്കർ, സ്റ്റെറിലൈസസ്, കോയിറ്റൽ ഡോപ്ലർ, കോയിറ്റൽ ടോപ്പോ, കാർഡിയോഗ്രാഫ്. പിന്നെ നമ്മൾ നോക്കി മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം, അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, മാസ്ക് ധരിക്കുക, PPE ധരിക്കുക. ദെൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ലേബർ റൂമിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്. ദെൻ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്ങിന് വേണ്ടി നമ്മൾ ലേബർ റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്ലീനിങ് സീക്വൻസ് ഉണ്ടായിരിക്കണം, അല്ലെ? അതുപോലെ തന്നെ ഓരോ ഡെലിവറി കഴിഞ്ഞിട്ട് ലേബർ ടേബിൾ ഒക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ നോക്കിയത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്, അതിൽ കുറച്ച് പോയിന്റ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇന്ന് നമ്മൾ നോക്കി ന്യൂബോൺ കെയർ. ന്യൂബോൺ കെയറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സർവീസസുകൾ ഏതൊക്കെയാണ്. ദെൻ പ്രോപ്പർ ന്യൂബോൺ കെയർ തിങ്സ്, അതുപോലെ തന്നെ പ്രോട്ടോകോൾസുകൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്. ദെൻ സൂപ്പർവിഷൻ, ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്, ലേബർ റൂം. ദെൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചു നോക്കുക. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുക കേട്ടോ.
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ആ ചാപ്റ്ററിൽ. കംപ്ലീറ്റ് ചെയ്തോ? ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. നമ്മളുടെ ലേബർ റൂം എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു പുതിയ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. Then ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് മാഹിദാമസ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടില്ലേ? കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. സോഴ്സസ് വരെയാണ് എടുത്തിരിക്കുന്നത്. ആണോ? സോഴ്സസ് വരെയാണ് എടുത്തത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആണോ? ഓക്കെ. ദെൻ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അവിടം വരെ ഓക്കെ ആണല്ലോ? ഇനി ഞാൻ പറയണില്ല. സോഴ്സസ് വരെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം അത്രയും ഭാഗം സോഴ്സസ് വരെ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ ആണ്? വായിക്കണ്ടല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് കണ്ടു. ദെൻ അതിന്റെ റിസ്കുകൾ കണ്ടു. ദെൻ സോഴ്സസ്, ഇനിയാണ് സോഴ്സസ് കണ്ടു. എവിടെ നിന്നൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അതിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ ഉറവിടങ്ങൾ നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പലതരത്തിൽ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ തന്നെ നമുക്ക് അതിൽ നിന്നും അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. വളരെ നല്ലൊരു ചാപ്റ്റർ ആണ് ഇത്. നല്ല പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ ഒക്കെ വരുന്നുണ്ട് പഠിക്കാനായിട്ട്. അതൊക്കെ നമുക്ക് മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന ടേബിൾ ആണ്. കണ്ടായിരുന്നു ആരെങ്കിലും? നോക്കിയായിരുന്നു ഒരു ടേബിള് കണ്ടോ? നോക്കി. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ആ ഒരു ടേബിൾ ആണ്. ആ ഒരു ടേബിളിൽ ഇത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുന്ന എക്സാമിന്. സോ ആ ടേബിൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. 8 categories of medical waste are presented by the World Health Organization, WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ബയോമെഡിക്കൽ വേസ്റ്റിനെ 8 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ വേസ്റ്റ്, പൊതുവായിട്ടുള്ള മാലിന്യങ്ങള്. ദെൻ പാത്തോളജിക്കൽ വേസ്റ്റ്. ഇനി എന്താ ഈ പാത്തോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തോളജിക്കൽ രോഗകാരികളായിട്ടുള്ള വേസ്റ്റുകൾ. ദെൻ റേഡിയോ ആക്റ്റീവ്. റേഡിയോ ആക്റ്റീവ് മീൻസ് നമ്മള് എന്താ റേഡിയോളജിക്കൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ വികിരണങ്ങള്. അതുപോലെ കെമിക്കൽസ്. ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ തരത്തിലുള്ള മാലിന്യങ്ങള്. ഷാർപ്പ് വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റുകള്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ, അതുപോലെ വാക്സിൻസുകള്, ഇഞ്ചക്ഷൻസുകള്, സിറിഞ്ചസുകള്, അങ്ങനെയുള്ളവ. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ നോക്കാം. Pressurized container waste means waste made up of both full or empty containers with pressurized liquids, gas or powdered materials, including gas containers and aerosol cans.
അതായത് ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് തിക്കി നിറച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സുകൾ അതൊക്കെ ഡേഞ്ചറസ് ആണ് അല്ലെ, വേസ്റ്റുകളാണത്. എക്സാമ്പിൾ ആണ് എയറോസൽ ക്യാൻസർ. നമ്മൾ എന്താ പറയാ എയർ ഫ്രഷ്നർ ഒക്കെ ഇല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ വണ്ടികളിൽ വാഹനങ്ങളൊക്കെ എയർ ഫ്രഷ്നർ ഇല്ല, അപ്പൊ ഇതൊക്കെ എന്താണ് വേസ്റ്റുകളാണ്. അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞ കെമിക്കൽസ് ഒക്കെയാണ്. അപ്പൊ അത് ഒരു തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് കണ്ടെയ്നർ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ WHO പ്രധാനമായിട്ടും 8 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ജനറൽ, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യൽ വേസ്റ്റ്, ഷാർപ്പ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ഓക്കെ, വായിച്ചു നോക്കുക ക്ലാസിഫിക്കേഷൻസുകൾ ഏതൊക്കെയാണ്. കംപ്ലീറ്റ് ചെയ്തോ? ഏതൊക്കെയാണ് WHO കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? Then next one, നോൺ ഹസാർഡ് വേസ്റ്റ് ആൻഡ് ഹസാർഡ് വേസ്റ്റ്. രണ്ട് ടൈപ്പുകൾ വേസ്റ്റുകളെ കുറിച്ചാണ്, നോൺ ഹസാർഡ്സും ഹസാർഡ്സും. ഇനി എന്താണ് ഹസാർഡ് എന്ന് പറയുന്നത്? ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാനികരമായിട്ടുള്ളത്, ദോഷം ചെയ്ത രീതിയിലുള്ള വേസ്റ്റുകൾ. നോൺ ഹസാർഡ് എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നമൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ. ഫസ്റ്റ് വൺ, നോൺ ഹസാർഡ് വേസ്റ്റ്. Approximately 85% of garbage generally in the majority of the healthcare facilities is non-hazard. അപ്പോൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നുള്ള മെജോറിറ്റി 85% ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് നോൺ ഹസാർഡ്സ് ആണെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങളിൽ അതിൽ ഒരു 85% നോൺ ഹസാർഡ്സ് ആണ്. This involves waste, for instance, food scraps, fruit peels, along with the wash water and paper cartons, packaging materials, and so on. And non-hazard waste കുറച്ച് എക്സാമ്പിൾ ആണ് ഫുഡിന്റെ വേസ്റ്റുകൾ, ഫ്രൂട്ട്സ് പീൽസ്, അതുപോലെ തന്നെ എന്താണ് പേപ്പർ കട്ടൻസ്, പാക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, വസ്തുക്കള് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ വാഷ് ചെയ്യുന്ന ആ ഒരു വാട്ടർ, ഇതൊക്കെയാണ് നോൺ ഹസാർഡ് വേസ്റ്റ്. കുറച്ച് എക്സാമ്പിൾ ആണ് കാത്തിരിക്കുന്നത്. സോ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങളിൽ ഏറ്റവും 85% ഓഫ് പറയുന്നത് നോൺ ഹസാർഡ്സ് ആയിരിക്കും. ഇനി ഹസാർഡ് വേസ്റ്റ് എന്താണെന്ന് നോക്കാം. ഹസാർഡ് വേസ്റ്റ് might consist of solid, liquid, sludges or contained gases. ഇനി ഈ ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷകരമായിട്ടുള്ള വേസ്റ്റുകൾ അത് സോളിഡ് രൂപത്തിൽ ഉണ്ടാകാം, ലിക്വിഡ് രൂപത്തിലാകാം, സ്ലഡ്ജസ് ചെളി പോലുള്ള അങ്ങനത്തെ ഒരു രൂപത്തിലും, അതുപോലെ തന്നെ ഗ്യാസസ്, ഈ ഒരു ഫോമുകളിലും ഈ ഒരു ഹസാർഡ് വേസ്റ്റ് കാണപ്പെടുന്നു. And they are principally produced by hospitals and other industrial activities. അപ്പോ ഇങ്ങനെയുള്ള ഈ ഹസാർഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസുകളിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് മറ്റു വ്യാവസായിക പ്രവർത്തനങ്ങളിൽ നിന്നുമാണ്. They may harm damage during insufficient procedure for storage, transportation, treatment or disposal operation. So ഇങ്ങനെയുള്ള വേസ്റ്റുകൾ, ഹസാർഡ് വേസ്റ്റുകൾ ആ ഒരു എന്താ പറയാ അത് ഇൻസഫിഷ്യന്റ് ആയിട്ട് ശരിയായ രീതിയിൽ അതിന്റെ സ്റ്റോറേജ് ചെയ്തില്ല എങ്കിൽ, ട്രാൻസ്പോർട്ട് ചെയ്തില്ല എങ്കിൽ, അതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്തില്ല എങ്കിൽ അത് ഹാംഫുൾ ആണെന്ന്, ഡാമേജ് ആണെന്ന്, ഹാം ഡാമേജ്, അതായത് മനുഷ്യരും ഇൻഫെക്ഷൻസ് ഉണ്ടാവും, മറ്റു അസുഖങ്ങൾ വരും, മറ്റു പല രീതിയിലുള്ള ഡാമേജസിന് കാരണമാണ്, ഹാംഫുൾ ആണ്, വളരെയധികം ദോഷകരമാണ്.
വാങ്ങിച്ചു നോക്കുക നോൺ ഹസാർഡ് വേസ്റ്റ് എന്താണ്, അതുപോലെ ഹസാർഡ് വേസ്റ്റ്. വാങ്ങിച്ചുള്ളവരും ഹസാർഡ് വേസ്റ്റും നോൺ ഹസാർഡ്. കംപ്ലീറ്റ് ചെയ്യാട്ടോ വായിച്ച്. ഓക്കെ, അപ്പോ നോൺ ഹസാർഡും ഹസാർഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നതിൽ കൂടുതലായിട്ടും 85% എന്ന് പറയുന്നത് നോൺ ഹസാർഡ്സ് തന്നെയാണ്. ദെൻ ഹസാർഡ് വേസ്റ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും സ്റ്റോറേജ് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അതിന് ഡിസ്പോസൽ ചെയ്യുമ്പോഴും അത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, മറ്റു രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ നമ്മളിപ്പോ പഠിച്ച ഹസാർഡ് വേസ്റ്റും നോൺ ഹസാർഡ് വേസ്റ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇതൊരു ഫ്ലോ ചാർട്ട് രൂപേണയാണ് എക്സാമ്പിൾസ് പറയുന്നത്. നോൺ ഹസാർഡ് വേസ്റ്റിന്റെ താഴെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കില് തന്നിട്ടുണ്ടോ? നോൺ ഹസാർഡ് വേസ്റ്റിന്റെ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? കുറച്ചുപേരെ എഴുതിയിട്ടുണ്ടെന്ന് പറയണു, ഇല്ലാന്ന് പറയണു. ഇല്ല. ഓക്കെ, ഹസാർഡിന് തന്നിട്ടുണ്ട്, നോൺ ഹസാർഡിന് തന്നിട്ടില്ല. ഓക്കെ, നമുക്കത് എഴുതി ചേർക്കാനുണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു ഫ്ലോ ചാർട്ട് എടുക്കാം. കാരണം അത് എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. ഓരോ പോയിന്റ്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാനുണ്ട്. സോ ഇതുവരെ നമ്മൾ എടുത്തത്രയും ഒന്നും വായിക്കാം കേട്ടോ. ആ ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങി ഹസാർഡ് നോൺ ഹസാർഡ് വരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വരെ നന്നായിട്ടൊന്ന് വായിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, താങ്ക് യു ഓൾ.